ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. കഹാ ഹം കഹാ തും എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി സീരിയലിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുൻപ് ഞാനിട്ട എപ്പിസോഡ്സ് കാണാത്തവർ അതൊന്ന് കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ രോഹിത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം അവൻ ഓപ്പറേഷൻ ചെയ്ത ആ സ്ത്രീയുടെ ഹസ്ബൻഡ് വരുന്നതാണ് കാണിക്കുന്നത്. ആൾ രോഹിത്തിനോട് അന്ന് സാറ് എൻ്റെ ഓഫീസിലേക്കാണ് ലൊക്കേഷൻ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നതെന്നും പറഞ്ഞ് അന്ന് അവൻ ചോദിച്ച ആ ഫോൺ കോളിൻ്റെ ലൊക്കേഷൻ്റെ ലിസ്റ്റ് എല്ലാം അവന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൂനെയിൽ നിന്നാണ് ആ കോള് വന്നതെന്ന് രോഹിത്തിന് മനസ്സിലാവാണ്. അപ്പോൾ അവൻ അവൻ്റെ വാച്ചിലേക്ക് നോക്കിയിട്ട് പഴയ കാമുകിയെ ഓർക്കാണ്. നീ തിരിച്ചു വരണം റൈമ എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ സോനാക്ഷിയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ന്യൂസ് ഏജൻസിയിലുള്ള ഭാസ്കർ എന്ന് പറയുന്ന ഒരാൾ വരികയാണ്. അപ്പോൾ ഇയാളോടാവും സോന ചെന്നിട്ട് പൂജയുടെ ന്യൂസ് ഒന്നും പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അയാളെ കൊണ്ട് പൂജയുടെ ആ വീഡിയോസ് എല്ലാം അവൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ന്യൂസ് ഒന്നും പേപ്പറിൽ വരാതിരുന്നത്. പക്ഷേ അതിന് പകരം അയാൾ സോനയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അയാളുടെ ഒപ്പം ബാച്ചിലർ പാർട്ടിക്ക് അയാളുടെ ഗ്രാമത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൾ വരാമെന്ന് അന്ന് വാക്ക് കൊടുത്തിട്ടും ഉണ്ടാവും. അപ്പോൾ അതിന് ഇന്ന് രാത്രി തന്നെ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവളെ അയാൾ ഭീഷണിപ്പെടുത്താണ്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ രോഹിത്ത് പൂനെയിലേക്ക് പോകാൻ തയ്യാറാവുന്നുണ്ട്. അതുപോലെ സോനയും ബാച്ചിലർ പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അത് നടക്കുന്നതും പൂനെയിൽ തന്നെയാവും. അപ്പോൾ നേത്ര അങ്ങോട്ട് വന്നിട്ട് അവളെ തടഞ്ഞിട്ട് നീ പോകണ്ട, അയാളൊരു വൃത്തികെട്ട മനുഷ്യനാണ്, അയാളെ എനിക്ക് തീരെ വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സോന എനിക്ക് പോയേ പറ്റൂ, പൂജയുടെ ജീവിതകാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നേത്ര അവളോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാ പൂജയുടെ കാര്യമൊക്കെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവൾ നേത്ര പറയുന്നതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവളൊരു റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ രോഹിത്തും അവിടെ ഉണ്ടാകും. അപ്പോൾ അവൾ അവനോട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ട് എന്ന് അവൻ നുണ പറയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നും അവളോട് അവൻ തുറന്നു പറയുന്നില്ല. അപ്പോൾ അവളോടും അവൻ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ട് അതിന് പോവുകയാണെന്ന് അവളും കള്ളം പറയാണ്. അങ്ങനെ അവന് എടുത്തു വെച്ച ഗിഫ്റ്റായിട്ടുള്ള ആ ഫോണില്ലേ അത് അവൾ അവന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സോന ഞാൻ അറിയാതെയാണ് ആ ഗിഫ്റ്റ് കൊടുത്തയച്ചത്, സോറി, നല്ല വേദന ഉണ്ടായിരുന്നല്ലേ എന്ന് ചിരിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല, ഗിഫ്റ്റ് തന്നതിന് നന്ദി, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് അവന് അവളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് നീയല്ലേ പറഞ്ഞത് നീ പാർവതിയാണെന്ന്, നീ പറഞ്ഞതെല്ലാം ദേവി കേൾക്കൂ എന്ന്, ഇന്ന് നീ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, ഇന്ന് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവൾ അവിടെ നിന്നിട്ട് അവൻ എന്തിനു പോകുവാണെങ്കിലും എല്ലാം നടത്തി കൊടുക്കണേ, അവൻ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം സോന പൂനെയിൽ ചെന്നിട്ട് ആ പരിപാടിക്ക് റെഡിയാകുമ്പോൾ ഭാസ്കർ കൊടുത്തയച്ച ഡ്രസ്സുമായിട്ട് അവിടുത്തെ സ്റ്റാഫ് വരികയാണ്. അത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ സോന അത് ഞാൻ ഇടില്ല, നിങ്ങളുടെ മുതലാളിക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഭാസ്കർ വന്നിട്ട് അവളോട് അത് തന്നെ ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ രോഹിത്തിനെ കാണിക്കുകയാണ്. അവൻ പൂനെയിലുള്ള റൈമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവരോട് റൈമയെ കാണണമെന്ന് പറയുമ്പോൾ അവരതിന് സമ്മതിക്കുന്നില്ല. അവനോട് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞ് പുറത്തേക്ക് തള്ളിയിട്ട് വാതിലടയ്ക്കുന്നുണ്ട്. അപ്പോഴും ഒരു ഭ്രാന്തനെ പോലെ അവൻ അവിടെ നിന്ന് റൈമ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരയുന്നുണ്ട് വാതിലിൻ്റെ അവിടെ ഇരുന്നിട്ട്. പിന്നെ ഭാസ്കർ സന്തോഷത്തോടു കൂടെ സോന ഇപ്പോൾ അയാൾ കൊടുത്തയച്ച ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ അവിടെ കാണുക അയാളുടെ ഭാര്യനെയും മകളിനെയും സോന വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അയാൾ കൊടുത്തയച്ച ഡ്രസ്സൊന്നും അവൾ ഇട്ടിട്ടുണ്ടാവില്ല, അതേ ഡ്രസ്സിൽ തന്നെയാവും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്ക് നന്നായിട്ട് ദേഷ്യം വരാണ്. എന്നിട്ട് മാറ്റി നിർത്തിയിട്ട് നീ ഇപ്പോൾ എന്ത് പണിയാണ് കാണിച്ചത്, നീ എന്തിനാണ് എൻ്റെ ഭാര്യേനെയും മോളിനെയും ഇങ്ങോട്ട് കൊടുക്കുന്നത്, ഇതിന് നീ പശ്ചാത്തപിക്കേണ്ടി വരും, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ സോനയും അയാളോട് നന്നായിട്ട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആ ബാച്ചിലർ പാർട്ടി അവിടെ നടക്കുകയാണ്. പിന്നെ രോഹിത്തിനെ കാണിക്കുകയാണ്. രോഹിത്ത് തെരുവിലിരുന്നിട്ട് ഒരു ഭ്രാന്തനെ പോലെ മദ്യപിക്കുന്നുണ്ട്, ആകെ ഓളിയിടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സോനയുടെ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ രോഹിത്ത് വീഴുന്നുണ്ട്. അപ്പോൾ റോഡിൽ അവൻ്റെ തല ഇടിച്ചിട്ട് നന്നായിട്ട് രക്തമൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അവൾ അവനെ കാറിൽ കയറ്റിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് രോഹിത്തിൻ്റെ അമ്മ വീണയ്ക്ക് അവൾ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വീണയോട് സോന സംസാരിക്കുകയാണ്. റൈമയും രോഹിത്തും പിരിയാനുണ്ടായ കാരണം എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ വീണ അവളോട് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ രോഹിത്ത് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ വീണ അത്ഭുതത്തോടെ അവൻ ആരോടും അങ്ങനെ പറയാറൊന്നുമില്ല, വീട്ടിൽ എനിക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ, റൈമയുടെ വേറെ ആർക്കും അറിയില്ല, റൈമയെ അവന് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവളിപ്പോൾ കോമയിലാണ്, അവളെ തിരിച്ചു വരില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവൻ അവളെയും കാത്തിരിക്കുകയാണ്.
അവൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം അവനാണെന്നുള്ള കുറ്റബോധമാണ് അവൻ ചെയ്ത ആ ഓപ്പറേഷൻ അൺസക്സസ്ഫുൾ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവളിപ്പോൾ കോമയിൽ കിടക്കുന്നത്. ചെയ്ത അൺസക്സസ്ഫുൾ ആയ ആ ഓപ്പറേഷൻ അതായിരുന്നെന്ന് വീണ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4 വർഷം മുന്നേയുള്ള ഒരു സെപ്റ്റംബർ 26-ാം തീയതിയാണ് ഇങ്ങനെയെല്ലാം നടന്നതെന്ന് വീണ പറയുമ്പോൾ സോന എൻ്റെ ജീവിതത്തിലും സെപ്റ്റംബർ 26-ാം തീയതി 4 വർഷം മുന്നേയുള്ള അന്ന് രാത്രി വലിയൊരു ദുരന്തം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് വീണ ഞെട്ടിയിട്ട് അത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇത് കുറച്ച് ലെങ്ത് കുറഞ്ഞ വീഡിയോ ആണ്. അപ്പോൾ നാളെ ഈ കാണാമറയത്തുനിന്നുള്ള സീരിയലിൻ്റെ വീഡിയോയും പിന്നെ ദുർഗ ആൻഡ് ചാരു എന്ന ആ സീരിയലിൻ്റെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അതാരും മിസ്സാക്കരുത്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് നല്ലതായാലും ചീത്തതായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.